ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളുടെ ഒരു കസ്റ്റമറിൻ്റെ അല്ല, 2-3 കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞ 1-2 വർഷങ്ങളിലായിട്ട് കിട്ടിയ ഒരു ഫീലിംഗ് ഞാൻ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. പല സ്ഥലങ്ങളിലും ഇത് 3 റീറ്റെയിൽ ബ്രാൻഡുകളാണ്. കേരളത്തിലെ തന്നെ എണ്ണം പറയാവുന്ന റീറ്റെയിൽ ബ്രാൻഡുകൾ. ഈ റീറ്റെയിൽ ബ്രാൻഡുകളിലേക്ക് നമ്മൾ പോയപ്പോൾ നമുക്കുണ്ടായ ഒരു ഫീലിംഗ് ആണ്. ഇതിൻ്റെ എല്ലാം ഓണേഴ്സ് ഏകദേശം ലേറ്റ് 60s-ലും 70s-ലും ഒക്കെയുള്ള ആളുകളാണ്. ഇവരുടേതായിട്ടുള്ള ബ്രാൻഡുകൾ ഉണ്ടാക്കുകയും അത്യാവശ്യം നല്ല രീതിയിൽ വിജയിപ്പിക്കുകയും ചെയ്ത ആളുകൾ. ഞങ്ങളിപ്പോഴും കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞങ്ങൾ കഴിഞ്ഞ ഒരു 2 വർഷങ്ങളായിട്ട് കൺസൾട്ട് ചെയ്യുന്ന പല ബ്രാൻഡുകളിലുമുള്ള കോമൺ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഞാനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ബ്രാൻഡിനെ ഒന്നും എടുത്ത് പറയുന്നില്ല. ഈ ഓണേഴ്സ് ആക്ച്വലി വളരെയധികം നല്ല രീതിയിൽ വിജയിപ്പിക്കുകയും അത്യാവശ്യമൊക്കെ പൈസ സമ്പാദിക്കുകയൊക്കെ ചെയ്തു. ഓട്ടോമാറ്റിക്കലി അതുകൊണ്ട് തന്നെ വരുന്ന അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അത്യാവശ്യം എഡ്യൂക്കേഷനൊക്കെ ഉള്ളൂ. വളരെ ചെറുപ്പത്തിൽ തന്നെ ബിസിനസ്സിൽ വന്ന് അതിനെ ഒരു മോണോപ്പൊളിയാക്കി മാറ്റിയെടുത്ത ആൾക്കാരാണ്. അവരുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എഫർട്ട് കൊണ്ടാണ്, അവരുടെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ടാണ് അങ്ങനെ അത്യാവശ്യം വലിയ ബ്രാൻഡുകളാക്കിയിട്ടുണ്ട്. മക്കളെയൊക്കെ വിദേശത്ത് പഠിക്കാൻ അയച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ UK-ലും US-ലും ഒക്കെ പോയി പഠിച്ച മക്കളുണ്ട്. എന്നാൽ ഇവിടെ വലിയ രീതിയിലുള്ളൊരു സാമ്രാജ്യം ഇവർ കെട്ടിപ്പടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെയൊക്കെ നിർബന്ധിച്ച് US-ൽ നിന്നും UK-ൽ നിന്നും ഒക്കെ മടക്കി വിളിച്ചിട്ടുമുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മളുടെ ഈ പറയുന്ന ബിസിനസ്സിനകത്ത് കൊണ്ട് നിർത്തിയിട്ടുമുണ്ട്. അപ്പം പാരൻസിൻ്റെ വലിയ ആഗ്രഹമാണ്. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലത്തെ 40-50 വർഷത്തെ ശക്തമായ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ബ്രാൻഡുകളാണല്ലോ. അപ്പോൾ ഈ ബ്രാൻഡ് ചുമ്മാ അങ്ങ് കളയാൻ പറ്റില്ല. അപ്പം മകനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ മകൻ ഈ പഠനവും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ ബിസിനസ്സിനകത്തോട്ട് ഇറങ്ങി നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് മെസ്സപ്പാണ്. കാരണം ഏറ്റവും ചെറിയ കാര്യം തൊട്ട് പർച്ചേസിൻ്റെ കാര്യം മുതൽ പർച്ചേസിലെ ഓരോ ചെറിയ കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ വെച്ച് ഓരോരുത്തരോട് നെഗോഷിയേറ്റ് ചെയ്യുന്നത്, ബാർഗെയിൻ ചെയ്യുന്നത്, ഈ കാര്യങ്ങളടക്കം അവിടെയുള്ള ഓരോ സ്റ്റാഫിനെയും ടീം മെമ്പറെയും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്, അവരെ വഴക്ക് പറയുന്നത്, ഈ പറയുന്ന അല്ലെങ്കിൽ അവിടെ ഏത് സാധനം എവിടെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, എവിടെ സ്റ്റോക്ക് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ ഷോപ്പിൽ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും, ചെറിയ കാര്യങ്ങളടക്കം, ഒരു ബാത്റൂം വേണമെന്ന് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ബാത്റൂമിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത് വരെ ഓണറായിരിക്കും. അതായത് ഇയാളുടെ അച്ഛനായിരിക്കും. അപ്പം മകൻ വന്ന് നോക്കുമ്പോൾ കാലത്ത് ഒരു 4 മണി 5 മണി മുതൽ ഇദ്ദേഹം എൻഗേജ്ഡാണ്. കാലത്ത് വെളുപ്പിന് 5 മണിക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ഷോപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുക, ഷോപ്പിലേക്ക് പോവുക, പിന്നെ അവിടെ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് മിക്ക ആളുകളും. എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്ത് എൻഗേജ് ചെയ്ത് രാത്രി 9 മണിക്കോ 10 മണിക്കോ ഒക്കെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ആളുകൾ. 24 hours ഇതിനകത്ത് തന്നെ, ഇത് തന്നെ ലോകമായിട്ടുള്ള ആളുകളാണ്. മക്കളൊക്കെ പുറത്തേക്ക് പോയി വലിയ എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഈ ലോകം എന്താണെന്ന് അറിയാം, ഈ ലോകത്തിൻ്റെ മനോഹാരിത എന്താണെന്ന് അറിയാം, എത്രമാത്രം ഫ്രീഡം പ്രധാനപ്പെട്ടതാണെന്ന് അറിയാം, എത്രമാത്രം ഈ ലോകത്തെ എൻജോയ് ചെയ്യാനുണ്ട് എന്നറിയാം, ഈ ജീവിതം എത്രമാത്രം ചെറുതാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ അറിയാവുന്ന മക്കൾ ഒരു കാരണവശാലും ഈ പറയുന്ന ഒരു ഷോപ്പിനകത്ത് വന്ന് 24 മണിക്കൂറും ആ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാൻ താല്പര്യപ്പെടില്ല എന്നുള്ളത് സത്യമാണ്. ഞങ്ങൾ കണ്ടിട്ടുള്ള കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ കണ്ടിട്ടുള്ള എല്ലാ ക്ലയൻസിൻ്റെ അടുത്തും ഉണ്ടായിട്ടുള്ള റിയൽ പ്രശ്നവും അത് തന്നെയാണ്. മക്കൾ തിരിച്ചു വന്നെങ്കിലും അവർ ഈ ബിസിനസ് ഏറ്റെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇനി അങ്ങനെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കിത് കംപ്ലീറ്റ്ലി ഒന്ന് സ്ട്രീം ലൈൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയാൽ മാത്രം മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്കാക്കി തരികയാണെങ്കിൽ ഞാനിത് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയുന്ന മക്കളാണ്. ഇത് വലിയൊരു റിക്വയർമെൻറ്റാണ്. കാരണം ഇത് ഇപ്പം നീഡ് ഓഫ് ദ അവറായി മാറുകയാണ്. പണ്ട് തൊട്ടേ നമ്മളൊക്കെ പറയുന്നൊരു കാര്യമാണ് ആക്ച്വലി ഓൺ ദ ബിസിനസ് ആവണമെന്നുള്ളത്. എന്താ ഓൺ ദ ബിസിനസ് എന്ന് അപ്പോഴാണ് ശരിക്കും നമ്മളെ ഒരു ഓൺട്രപ്രണർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻ്റ് ചെയ്യുന്നത്. കാലത്ത് തൊട്ട് രാത്രി വരെ ബിസിനസ്സിനകത്ത് തന്നെ മൈക്രോ മാനേജ്മെൻ്റ് ഒക്കെ ചെയ്ത് കൂടുന്ന ആളുകളെ വേറെ എന്താ വിളിക്കാൻ പറ്റുക? അവർ സെൽഫ് എംപ്ലോയ്മെൻ്റ് ഇല്ല, ഒരു കല്യാണത്തിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇതൊന്നും പുതിയ ജനറേഷന് താല്പര്യമുള്ള കാര്യങ്ങളല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് വേണം, അവരുടെ ഫ്രീഡം വേണം. അപ്പോൾ എന്ത് വേണം? ഓൺ ദ ബിസിനസ് ആവണം. ഓൺ ദ ബിസിനസ് ആക്കിയതിന് ശേഷം സക്സഷൻ പ്ലാനിംഗ് ഒക്കെ ചെയ്ത് അവരിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യണം. ഞാൻ പറയുന്നത് കേരളത്തിലെമ്പാടുമുള്ള 10,000-കണക്കിന് റീറ്റെയിലേഴ്സും മറ്റുള്ള പല ബിസിനസ്സുകളും നടത്തുന്ന ആളുകളോടാണ്. നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പുതിയ ജനറേഷനിലേക്ക് ബിസിനസ് കൊടുക്കണോ, നിങ്ങൾക്ക് ബിസിനസ്സിനെ സ്ട്രീം ലൈൻ ചെയ്യാതെ കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഇത്രയും കാലം നിങ്ങൾ ചെയ്തിരുന്നത് പീപ്പിൾ ഡ്രിവൺ ബിസിനസ്സാണ്, പേഴ്സൺ ഡ്രിവൺ ബിസിനസ്സാണ്. നിങ്ങളാണ് ഇതിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ മാറുമ്പോൾ എന്തായി? ഡ്രൈവിംഗ് സീറ്റിൽ ആരുമില്ല. പുതിയ ഒരാളെ വിളിച്ചിരുത്തിയാൽ അവന് വഴി അറിയില്ല, ഓടിക്കാൻ അറിയില്ല. എന്ത് ചെയ്യും? അപ്പോൾ ആക്ച്വലി എന്താ വേണ്ടേ? ഒരു സെൽഫ് ഡ്രൈവിംഗ് മെഷീൻ അല്ലെങ്കിൽ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറാക്കി ഇതിനെ മാറ്റണം, അല്ലേ?
അതിനെയാണ് ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള സ്ട്രീം ലൈനിങ്ങിലൂടെ വേണം ആക്ച്വലി കൊണ്ടുപോകാനായിട്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി ആക്ച്വലി നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകളാണ്. പല കേരളത്തിലെ പഴയ ബ്രാൻഡുകളെയും ട്രഡീഷണൽ ബ്രാൻഡുകളെയും ഏറ്റെടുക്കുകയും അവയെ ഓട്ടോമേറ്റ് ചെയ്ത് പുതിയ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു പ്രോസസ്സാണ്. കാരണം പഴയ ആളുകൾക്ക് ഈ ഓട്ടോമേഷൻ അത്ര പഥ്യമല്ല. കാരണം അവർക്ക് പല കാര്യങ്ങളും പറയുന്ന സമയത്ത് പെട്ടെന്ന് ദഹിക്കില്ല. കാരണം അവർ തന്നെ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്ത് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് അവർക്കൊരു ഡിസ്കംഫർട്ടാണ്, പേടിയാണ്. ഈ പേടിയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ചിലപ്പോൾ 1-2 വർഷം കൊണ്ടായിരിക്കും ആക്ച്വലി അതിനെ കംപ്ലീറ്റ്ലി സ്ട്രീം ലൈൻ ചെയ്യാൻ സാധിക്കുന്നത്. സ്ട്രീം ലൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്ട്രാറ്റജി മുതൽ മാറ്റേണ്ടി വരും. സ്ട്രാറ്റജിയിൽ വിഷൻ മുതലാണ് മാറ്റേണ്ടത്. ആക്ച്വലി വിഷൻ മുതലേ പല കമ്പനികളിലും ഓപ്പൺ ആയിട്ടുള്ള പല കമ്പനികളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളുണ്ട്. വിഷൻ മുതൽ മാറ്റുകയാണ്. എവിടെ എത്തണം എന്നുള്ള തോട്ട് പ്രോസസ്സ് അടക്കം മാറ്റുക. കാരണം ടെക്നോളജിയൊക്കെ വരുമല്ലേ, വിഷനും മിഷനും ഒക്കെ മാറും ചിലപ്പോൾ. അപ്പം പുതിയ ജനറേഷനെയും പഴയ ജനറേഷനും ഒക്കെ ഇരുത്തിയിട്ട് വിഷൻ ബിൽഡിംഗ് വർക്ക്ഷോപ്പ് അടക്കം സെറ്റ് ചെയ്തുകൊണ്ട് വിഷൻ മാറ്റി അതിൽ നിന്ന് സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് സ്ട്രാറ്റജി മാറ്റി സ്ട്രക്ചറിൽ മാറ്റം വരുത്തേണ്ടി വരും. സ്ട്രക്ചറിൽ മാറ്റം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല. അതിന് കാരണം 50 വർഷമായിട്ട് നിൽക്കുന്ന എംപ്ലോയീസൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ. അവരൊക്കെ ഈ തുടങ്ങിയ ആളുടെ, അതായത് ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും. വളരെ ഇമോഷണലായിട്ടുള്ള ബന്ധമുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ പണിയെടുക്കുന്നുണ്ടാവില്ല, നല്ല മടിയന്മാരായിരിക്കും, അല്ലെങ്കിൽ മാറ്റത്തിന് അനുകൂലിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജിയെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ചിലപ്പോൾ മറ്റുള്ള ചില ജോലികളിലേക്ക് മാറ്റി നിർത്തേണ്ടി വരും. കാരണം ടെക്നോളജി ഉപയോഗിക്കേണ്ട ജോലിയിൽ അവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അവരെ പഠിപ്പിച്ചെടുക്കാൻ സാധ്യമല്ല. അപ്പം റീസ്ട്രക്ചർ ചെയ്യണം, ഓർഗനൈസേഷനെ മൊത്തത്തിലൊന്ന് റീസ്ട്രക്ചർ ചെയ്യണം. ഒരാളുടെയും ജോലി കളയുക എന്നുള്ളതല്ല റീസ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ജോബിൽ ചെറിയ മാറ്റങ്ങൾ, റെസ്പോൺസിബിലിറ്റിയിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അവിടെ നമ്മൾ ചിലപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ മറ്റ് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പോളിസീസും പ്രൊസീജിയേഴ്സും ഡിഫൈൻ ചെയ്ത് ഇതിനെ കണക്ട് ചെയ്ത് കൊടുക്കണം. കൃത്യമായിട്ടുള്ള മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ ഇത് പറയാൻ വളരെ എളുപ്പമാണെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം, കുറേ സമയമെടുക്കുന്ന പ്രോസസ്സാണ്. കാരണം ഇതിനകത്ത് പ്രോസസ്സ് ഡിഫൈൻ ചെയ്യാനുണ്ട്, ഈ പ്രോസസ്സിൻ്റെ പോയിന്റ്സ് എല്ലാം ടെക്നോളജിയിലേക്ക് കണക്ട് ചെയ്യാനുണ്ട്, എന്നിട്ട് ടെക്നോളജിയുടെ എൻഡ് ഔട്ട്പുട്ട് ആളുകളെ പഠിപ്പിച്ചെടുക്കാനുണ്ട്, എന്നിട്ട് ആളുകളെ ഹാബിച്വലാക്കി മാറ്റാനുണ്ട് ഈ പരിപാടിയിൽ. അപ്പോൾ ഇറ്റ് ടേക്സ് ടൈം. പക്ഷേ ആ സമയം എടുത്താൽ പോലും എന്ത് സംഭവിക്കും? ചിലപ്പോൾ ഒരു 8-9 മാസമൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ബിക്കംസ് എൻ ഓട്ടോമേറ്റഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു സ്വിച്ച് ഇട്ടാൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ പോലെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമുക്ക് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരും. ആ റിപ്പോർട്ടുകൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ KPIs ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഒറ്റ ഡാഷ്ബോർഡിനകത്ത് നമുക്ക് കാണാം. ഇപ്പം ഇന്നത്തെ സെയിൽ എത്രയാണ്, ടേൺ ഓവർ എത്രയാണ്, ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്, നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ എത്രയാണ്, എല്ലാം കൃത്യമായിട്ട് നമുക്ക് ഓരോന്നിനും ബെഞ്ച് മാർക്സ് ഉണ്ടാവും. ഇപ്പം നമ്മളുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുക്കുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മൾ HbA1c കൗണ്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇന്നത് തൊട്ട് ഇന്ന വരെ എന്ന് പറയുന്നത് പ്രീ ഡയബറ്റിക് ആണ്, അത് കഴിഞ്ഞാൽ ഡയബറ്റിക് ആണ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ചില ബെഞ്ച് മാർക്സ് എന്ന് പറയുന്ന പോലെ കൃത്യമായിട്ട് റേഷ്യോസ് അടക്കം ഡിഫൈൻ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കാണാം. ഇന്നത് തൊട്ട് ഇന്നത് വരെ ആണെങ്കിൽ ഓക്കെയാണ്. ഇപ്പോൾ സെയിൽസ് വെലോസിറ്റി എത്രയാണ്? ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 10,000 സെയിൽസ് വെലോസിറ്റി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കുറയാണെങ്കിൽ നമുക്ക് മനസ്സിലായി വെലോസിറ്റി കുറവാണ്, പ്രശ്നമാണ്. നമുക്ക് റീവർക്ക് ചെയ്യാം, റിവ്യൂ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയിലേക്ക് പോയാൽ സത്യം പറഞ്ഞാൽ ഒരു ഓൺട്രപ്രണർ പിന്നെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. ചില ദിവസങ്ങളിൽ മാത്രം, റിവ്യൂ ഉള്ള ദിവസങ്ങളിൽ മാത്രം കുറച്ചേറെ സമയം ഇരുന്ന് ഒന്ന് റിവ്യൂ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒരു ദിവസം റിവ്യൂവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക, മറ്റുള്ള ദിവസങ്ങളിൽ 1 മണിക്കൂർ ഒരു ഓൺട്രപ്രണർ സ്പെൻഡ് ചെയ്യുക. ബാക്കിയുള്ള സമയം പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. താല്പര്യമുള്ളവർക്ക് മറ്റുള്ള ബിസിനസ്സിലേക്ക് വെഞ്ചർ ചെയ്യാം. ഇനിയിപ്പം എൻജോയ് ചെയ്യാനും എൻ്റർടൈൻമെൻറ്റും ഒക്കെയാണ് താല്പര്യമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകാം. ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു കംപ്ലീറ്റ് ഫ്രീഡം കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഫ്രീഡം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ ബേസിക്കലി ചെയ്യുന്ന ആക്ടിവിറ്റി. നമ്മളുടെ മേജറായിട്ടുള്ള സർവീസും അത് തന്നെയാണ്. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് പ്രത്യേകിച്ചും ഈ പറയുന്ന സക്സഷൻ പ്ലാനിങ്ങിൽ നല്ല ഫോക്കസ് കൊടുക്കുന്നുണ്ട്. പഴയ ഓൺട്രപ്രണേഴ്സിന് പുതിയ തലമുറയിലേക്ക് ബിസിനസ് മാറ്റണമെങ്കിൽ അത് കൂടിയേ തീരൂ. സക്സഷൻ പ്ലാനിങ്ങിലൂടെ കൃത്യമായിട്ട് ഇവരെ ഓൺ ദ ബിസിനസ് ആക്കി മാറ്റി സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് എൻറ്റിറ്റി, ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പല റീറ്റെയിൽ ബ്രാൻഡുകളും അതിൻ്റെ പാതയിലാണ്. വലിയ സക്സസ്സുകൾ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് us. ഓൾ ദി ബെസ്റ്റ്.